ഡൽഹി എന്ന് പറയുന്നത് എപ്പോഴും എനിക്കൊരു തരം ക്രേസ് ഉള്ള ഒരു നാടാണ്. എപ്പോഴും ഡൽഹിയിലേക്ക് കയറാന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നാണ്. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഡൽഹിയുടെ ആത്മാവിനെ എങ്ങനെ ഊറ്റിയെടുത്തുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഡൽഹിയുടെ മുക്കിലും മൂലയിലും കാണപ്പെടുന്ന, ഡൽഹി ഒരു വികാരമായിട്ട് കൊണ്ട് നടക്കുന്ന എൻ്റെ ഒരു സുഹൃത്താണ് ഷബാന. അവളൊരു 3-4 വർഷമായിട്ട് ഡൽഹിയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിലാണ്. ഡൽഹി ഒരു പെൺകുട്ടിക്ക് എത്രത്തോളം സേഫാണ്, അല്ലെങ്കിൽ അവളുടെ ഡൽഹി ജീവിത കഥ എന്താണെന്നുള്ളത് നമുക്ക് ഷബാനയോട് തന്നെ ചോദിക്കാം. പ്രത്യേകിച്ചും ഇത് CUET ആപ്ലിക്കേഷനൊക്കെ വിളിച്ചിട്ടുള്ള ഒരു സമയം. പെൺകുട്ടികൾ കൂടുതൽ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് പല നാടുകളിലേക്കും യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന, അവരെ പറിച്ച് നട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ കാലത്ത് നമുക്ക് തീർച്ചയായിട്ടും അവരുടെ ഒക്കെ അനുഭവങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഈ നാട്ടിലൊക്കെ പോയി ജീവിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ അനുഭവങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അത് ഇപ്പോൾ പോകാൻ നിൽക്കുന്ന കുട്ടികളാണെങ്കിലും ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഇന്ന് ഷബാനയുമായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാമെന്ന് വെച്ചത്. ഷബാന ഇത്രയും കാലം ഡൽഹിയിൽ ജീവിച്ചിട്ട് എന്തൊക്കെ കഥകളാണ് അവൾക്ക് പറയാനുള്ളത് നമുക്ക് നോക്കാം. ലൈഫിലുണ്ടായ ചേഞ്ചസ്, കേരളത്തിൽ മാറി ഡൽഹി പോലെ നാട്ടിൽ ജീവിച്ചു തുടങ്ങി ഭയങ്കര എക്സ്പോഷറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? എന്തൊക്കെയാണ് ലൈഫിൽ വന്ന ചേഞ്ചസ്? എന്തൊക്കെയാണ് അത് ഞാൻ എങ്ങനെ ഡൽഹിയിൽ എത്തി എന്നുള്ളത് ചെറിയ ഒരു ഇതിൽ ഞാൻ പറയാം. എല്ലാവരും ഡൽഹി അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്വപ്നം കാണുന്നത് ഒരു അക്കാഡമിക് സാധനത്തിലൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ ഡൽഹിയെ കാണുന്നത് ഒരു ഷോപ്പിംഗ് അല്ലെങ്കിൽ ഡൽഹിൻ്റെ കൾച്ചർ. ഞാനൊരു 9th മുതൽ ഈ ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ ഇങ്ങനെ റൂം ഡെക്കറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡൽഹിത്തെ സാധനങ്ങളും നാട്ടിലെ സാധനങ്ങളും ഭയങ്കര ഒരു വ്യത്യാസം ഉണ്ടാവും. ഞാൻ അവിടുത്തെ മാർക്കറ്റുകൾ അറിയുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് 2020 ജാമ്യൻ്റെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഡൽഹി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഡൽഹി ജാമ്യൻ്റെ എക്സാം എഴുതാൻ പോകുമ്പോൾ എല്ലാവരും പഠിക്കുന്നു. പക്ഷേ എനിക്കിങ്ങനെ എക്സൈറ്റ്മെൻറ്റ് ട്രെയിനിലൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ട്രെയിൻ ഇറങ്ങും. പക്ഷേ ഞാൻ ഡൽഹിയിൽ എത്തണമെങ്കിൽ അത്രയും കാലം അങ്ങനെ സ്വപ്നം കണ്ട ഡൽഹി ആദ്യമായിട്ട് പോവുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അക്കാഡമിക് സാധനത്തിലല്ല ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നത്. ഞാൻ 2024 ഹിന്ദു കോളേജിൽ സോഷ്യോളജി പാസ് ഔട്ടാണ് ഗ്രാജുവേഷൻ. അപ്പോൾ ഡൽഹി എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും ഡൽഹിയിൽ എന്താ അതിന് മാത്രമേ ഉള്ളത്. പക്ഷേ എൻ്റെ ഒരു 18ാം വയസ്സിലാണ് ഡൽഹിക്ക് ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ എന്നിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീട് എന്ന് പറയുന്നത് മാറാക്കരയാണ്. അപ്പോൾ അത്രയും ഒരു ഉൾനാട്ടിൽ നിന്ന് ആദ്യമായിട്ടൊരു പെൺകുട്ടി ഇങ്ങനെ പുറത്തേക്ക് പഠിക്കാൻ പോകുന്നപ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംഭവം. അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയിൽ ഒരു പെൺകുട്ടി ആദ്യമായിട്ട് പുറത്തേക്ക് പഠിക്കാൻ പോകും. അപ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റാണ്. എന്താ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് മാത്രം അതിന് മാത്രം എന്താ. പക്ഷെ അതുപോലെ തന്നെ എല്ലാവർക്കും പേടിപ്പറ്റുന്ന സാധനം കൂടിയാണ്. കാരണം അവിടെ അത്രയും ഇങ്ങനെ ഹറാസ്മെൻറ്റും കാര്യങ്ങളും കുറേ പ്രശ്നങ്ങളുണ്ടാവണം. അപ്പം വീട്ടുകാർക്കും അതേപോലെ നാട്ടുകാർക്കും എല്ലാവർക്കും ഒരുപോലെ ഒരു പേടിയുണ്ടായൊരു സംഭവമാണ് ഞാൻ ഡൽഹിയിലേക്ക് പോകുക എന്നുള്ളത്. ആൾക്കാർ പേടിക്കുന്ന മാതിരി നമ്മൾ നാട് വിട്ട് പോകുന്നു, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയി ജീവിക്കുന്നു. പക്ഷേ ശരിക്കും അതിൽ പ്രശ്നമുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. ഞാനും പുറത്ത് പഞ്ചാബിലുണ്ടായിരുന്നു, പോണ്ടിച്ചേരിയിലുണ്ടായിരുന്നു, ഡൽഹിയിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നിയിട്ടില്ല കേരളത്തിൽ പുറത്ത് പെൺകുട്ടികൾ സേഫ് അല്ലാന്നോ. അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ ജീവിക്കുന്നുണ്ട്. കുറച്ചും കൂടെ സ്ട്രെങ്ത്ത് കൂടുതലല്ലേ അവിടെ ഉണ്ടാവുന്നത്. നമ്മൾ പല രീതിയിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു കുറച്ചും കൂടെ സ്ട്രെങ്ത്ത് കൂടുതലല്ലേ അവിടെ ഉണ്ടാവുന്നത്. എന്താ തോന്നിയിട്ടുള്ളത്? ഇത് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിതുവരെ ഡൽഹിയിൽ നിന്നിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ രാത്രി ഇറങ്ങി പുറത്ത് നടക്കലുണ്ട്, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ പ്രശ്നത്തിൽ ഇടപെടാറുണ്ട്. പക്ഷേ എനിക്കിതുവരെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉള്ള സാധനത്തിൽ അല്ലെങ്കിൽ ആളുകൾ ഇത്രയും ഒരു പേടിച്ച് നിൽക്കുന്ന പോലെ ഡൽഹിയിൽ പ്രശ്നത്തിൽ എനിക്കിതുവരെ എൻ്റെ ഒരു പേഴ്സൺ അതിൽ എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പ്രശ്നങ്ങൾ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരെ പോയാൽ മതി. അതിലെല്ലാം ഇങ്ങനെ കയറി ഇടപെട്ടാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കാര്യങ്ങൾ ഉണ്ടാകും. പിന്നെ നമ്മളൊരു സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നാട്ടിൽ നിന്ന് വന്നത് അല്ലെങ്കിൽ സൗത്താണ് അല്ലെങ്കിൽ കേരള പാലാണെന്ന് പറഞ്ഞാൽ അതിലും നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വലിയ നമ്മൾ അങ്ങോട്ടേക്ക് റെസ്പോണ്ട് ചെയ്യാൻ പോയാൽ അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്ക് ആകും. പക്ഷെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തട്ടിട്ട പെൺകുട്ടി എന്ന നിലയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നാട്ടിൽ ഇങ്ങനെ പറഞ്ഞ് പരക്കുന്നതിൻ്റെ അത്ര ഒന്നും ഇതുവരെ എനിക്കവിടെ ഒരു ഫീൽ ആയിട്ടില്ല. പിന്നെ എല്ലാം നമ്മൾ നിൽക്കുന്നത് അതിപ്പോൾ ഒരു കുട്ടി കേടി വരാന്നുള്ള സാധനത്തിൽ അതിപ്പോൾ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ നാട്ടിലാണെങ്കിലും ആ ഒരു സാധനം ഉണ്ടാവും. ഇപ്പോൾ ഡൽഹി പോകണമെന്നില്ല കേട് വരാനെന്നുള്ള സാധനത്തിലാണ് എനിക്ക് ഒരു ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഡൽഹി എനിക്ക് എന്ത് തന്നു എന്നുള്ള സാധനം ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയും ഫ്രീഡം ഇങ്ങനെ കൂടിയത് കൊണ്ടാണ് എനിക്ക് ചിലപ്പോൾ ഡൽഹിയിൽ നിൽക്കാൻ പറ്റുന്നുള്ള സാധനം ഉണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ ഓരോ പരിപാടികൾക്ക് പോയിട്ടാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ അങ്ങനെ പിടിച്ചു വെക്കുന്ന ഒരു പ്രകൃതി അല്ല വീട്ടിൽ. നമ്മളെല്ലാ പരിപാടികൾക്കും നമ്മൾ വിടാറുണ്ട്. കാരണം അത് ഓർക്ക് നമ്മളിലുള്ളൊരു സാധനമുണ്ട്. പക്ഷേ ഡൽഹി എന്ന് പറയുമ്പോൾ എനിക്ക് ഡൽഹിയിലെ മാർക്കറ്റുകൾ അല്ലെങ്കിൽ ഡൽഹിയിലത്തെ പള്ളികൾ, കാരണം ഞാനിങ്ങനെ എനിക്കിന്നെ റൂമിൽ അങ്ങനെ ഇരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഡൽഹിയിലത്തെ മാർക്കറ്റുകൾ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടും അവിടുത്തെ ബയ്യന്മാരേറ്റും അപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സും കാര്യങ്ങളും തീർക്കുന്ന മാർക്കറ്റിലാണ്. അത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആരെടുത്ത് ചോദിച്ചാലും പറയൊരു സാധനം. കാരണം എനിക്ക് ഇപ്പോൾ ഒരു കാര്യങ്ങൾ ഓർമ്മ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ സെമസ്റ്റർ എക്സാം കഴിഞ്ഞതിന് ശേഷം
എക്സാം കുറച്ചൊരു പേപ്പർ കുറച്ച് ടൈറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എന്നും പോകുന്ന കബൂത്തർ മാർക്കറ്റ് ഉണ്ട്, അതിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ എനിക്കിങ്ങനെ ഒരു വിഷമം അങ്ങനെ തീർക്കണമല്ലോ ഒരു എക്സാമിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളും. അപ്പോൾ ഞാൻ നേരെ മാർക്കറ്റ് പോയി 2 ഡ്രസ്സ് എടുത്ത് ഞാൻ ഹാപ്പിയാണ്. അവിടുത്തെ വെള്ളിപ്പാറ കണ്ടു. നമ്മളെന്താ വെച്ചാൽ നാട്ടിൽ നിന്ന് വന്നില്ലെങ്കിൽ കേരള വലയിൽ എടുക്കി എന്നിങ്ങനെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാധനമുണ്ട്. അതിപ്പോൾ 2 തരത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മുസ്ലിം ആയതിനെ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഒരു മുസ്ലിം ആയതിൽ നമുക്ക് കിട്ടിയ ഓരോ സംഭവങ്ങളുണ്ട്. കാരണം നമ്മൾ അവിടെ വരുമ്പോൾ തന്നെ അവിടുത്തെ ഉപ്പാപ്പന്മാരെ ഒരു അൽത്താഫ് ബയ്യ ഉണ്ട്. ബയ്യൻ ഞാൻ വരുമ്പോൾ തന്നെ അവിടെ തൊട്ടടുത്ത ഷോപ്പിൽ നിന്ന് നമുക്ക് മറ്റേ പൽപ്പി ഉണ്ടാവും. അപ്പോൾ എൻ്റെ കൂടെ വേറെ ആര് വരണമെങ്കിൽ അവർക്ക് എല്ലാവർക്കും ആ സാധനം മേടിച്ചു കൊടുക്കലും. ഇപ്പോൾ നമ്മൾ അവിടെ ത്രിഫ്റ്റ് ഷോപ്പാണ് അവിടെ. അപ്പോൾ നമ്മളൊരു 100 രൂപേൻ്റെ സാധനം എടുക്കുകയാണെങ്കിൽ ബൈ നമുക്ക് വേണ്ടി 50 എക്സ്ട്രാ നമുക്ക് ഈ ഫുഡിന് വേണ്ടിയിട്ട് നമുക്ക് ചിലവഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഓരോ തരുന്ന ഓരോ സാധനങ്ങൾ. ഇപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ ഇങ്ങനെ മാർക്കറ്റിൽ ഇങ്ങനെ പോയതിനെ കൊണ്ടാണെങ്കിലും ഞാൻ ഇങ്ങോട്ടേക്ക് DU കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചൊക്കെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകാനൊക്കെ ബൈ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഓരോ രീതിയിൽ ഓരോ ഗിഫ്റ്റ് തരലും. അപ്പോൾ എപ്പോഴും ബാഗ് എടുക്കുന്ന ഷോപ്പുകളിലൊക്കെ നമ്മൾ ഒരു ഗിഫ്റ്റാണ്, ഇനി കൊണ്ടുപോയിക്കോ, ഇനി തിരിച്ച് വരണം, ഇനി എപ്പോഴാണ് തിരിച്ച് വരിക, കാരണം നമ്മളെ നമ്പർ എല്ലാവരുടെ അടുത്തും നമ്മളെ നമ്പർ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സുഖമല്ലേ കാര്യങ്ങളായിട്ട് നമ്മൾ നിരന്തരം ഇങ്ങനെ കോൺടാക്ട് ചെയ്യാൻ അങ്ങനെ ശ്രമിക്കാൻ. അപ്പോൾ ഡൽഹി എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു സെക്കൻഡ് ഹോം, കാരണം എപ്പോഴും ഞാൻ കയറി ചെന്നാൽ ഇപ്പോൾ എനിക്കവിടെ ഒരു കുറച്ച് ആൾക്കാരുണ്ട് എന്നെ കാത്തുനിന്ന്. ഇപ്പോൾ ലാസ്റ്റ് അൽത്താഫ് ബൈ ഇപ്പോൾ അവിടുന്ന് ത്രിഫ്റ്റ് ഷോപ്പിൽ നിന്ന് മാറിയിട്ട് മൂപ്പളിപ്പോൾ ഒരു ഹോട്ടൽ റിസപ്ഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്നെ എപ്പോഴും സേബി എന്നെ ഷെബി തന്നെ നോർമൽ എല്ലാവരും വിളിക്കും. അപ്പോൾ മൂപ്പളെ സേബി എപ്പോഴാണ് ഇനി വരിക, എന്തൊക്കെയാണ് നാട്ടിലെ സുഖമല്ലേ. അപ്പോൾ നമ്മൾ ആളുകൾ തരുന്നൊരു സാധനം എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ അവിടെ DUയിൽ വന്ന സമയത്ത് തന്നെ ഫസ്റ്റ് നമ്മൾ തണൽ NGO അറിയുണ്ടാവും. അപ്പോൾ തണൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കാൻ പോകുമ്പോഴും അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാൻ MLCയിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ഡോക്ടറെ കൂടെ പോകുമ്പോഴും ഞാൻ എല്ലാവർക്കും ഡൽഹി എന്ന് പറയുമ്പോൾ ഒരു കുത്തബ് മിനാർ അല്ലെങ്കിൽ റെഡ് ഫോർട്ട്, ജമാ മസ്ജിദ് ഒക്കെ ആണെങ്കിലും എനിക്ക് അപ്പുറത്തേക്ക് ദ അൺസീൻ പാർട്ട് ഓഫ് ഡൽഹിയാണ്. കാരണം ഡൽഹിത്തെ സ്ലമ്മുകൾ അല്ലെങ്കിൽ ആരും തിരിഞ്ഞു നോക്കാത്ത ആളുകളെ കൂടുതൽ വർക്ക് ചെയ്തതിനെ കൊണ്ടാവും ചിലപ്പോൾ എനിക്ക് ഡൽഹി ഇത്രത്തോളം ഇഷ്ടപ്പെടാൻ കാരണം. ഇപ്പോൾ ഞാനിപ്പോൾ PG ഡിസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ തന്നെ കാരണം എനിക്ക് ഇങ്ങനത്തെ ഒരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീൻ്റെ കൂടെ കുറച്ച് കാലം അല്ലെങ്കിൽ നിന്നിട്ട് ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നിട്ട് ഓരോ കൂടെ നിന്ന് വർക്ക് ചെയ്യണം എന്നുള്ള കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു CUT കാര്യങ്ങളൊന്നും എഴുതാണ്ട് ഇങ്ങനെ ഡിസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ തന്നെ മെയിൻ റീസൺ. ഇപ്പോൾ ഞാനിപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ ഒരു NGOയിൽ വർക്ക് ചെയ്യാണ്, കിസ്മത്ത് എന്നാണ് പേര്, ഖായിദ മില്ലത്ത് ഇൻ്റർനാഷണൽ സ്കൂൾ ഫോർ മീഡിയ ആൻഡ് ടെക്നോളജി. നമ്മളെ മെയിൻ ഇതെന്താണെന്ന് വെച്ചാൽ ഡൽഹിയിലെ ഇപ്പോൾ നമ്മളെ മെയിൻ സെറ്റിൽമെൻറ്റ് വരുന്നത് ജാമിയ മില്ലിയന് തൊട്ട് ബാക്കിലുള്ള ഒരു സ്ലമ്മാണ് നൂർ നഗർ എന്ന് പറയും. അപ്പോൾ നമുക്കവിടെ കുട്ടികളുണ്ട്. നമ്മൾ ബേസിക്കലി STEM എഡ്യൂക്കേഷൻ ആണ് നമ്മളോട് പ്രൊവൈഡ് ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് നമ്മുടെ മെയിൻ ഫോക്കസ്. സ്കൂളിൽ പോകാത്ത കുട്ടികളിൽ ഓരുടെ സ്കില്ല് കണ്ടെത്തി അവർക്ക് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. പ്ലസ് നമ്മൾ IT കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും ഐ ആം ദ ലക്കിയസ്റ്റ് അല്ലെങ്കിൽ ഐ ആം ദ ഹാപ്പിയസ്റ്റ് വൺ. കാരണം എന്താ വെച്ചാൽ DU കഴിയുമ്പോൾ എല്ലാവരും അപ്പുറത്തേക്ക് വേറൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ വേറൊരു PG എവിടെ അല്ലെങ്കിൽ PhD എവിടെ അല്ലെങ്കിൽ നെറ്റ് എവിടെ എല്ലാവരും അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ കുറച്ച് കാലം വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് ഡൽഹിയിൽ തന്നെ വന്ന് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ലിറ്റിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടി എനിക്കൊരു എൻ്റെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് അവിടെ നിന്ന് ഇങ്ങനെ കൂടിക്കൂടി വരാം. അപ്പോൾ ഇപ്പോൾ നൂർനഗറിലേക്ക് ഇറങ്ങുമ്പോഴാണെങ്കിൽ തന്നെ നമ്മൾ നാട്ടിൽ ഇറങ്ങണ പോലെ അവിടുത്തെ എല്ലാവരും അറിയുക, എല്ലാവരും നമ്മളെ കാണുമ്പോൾ വെൽക്കം ചെയ്യുന്നില്ലെങ്കിൽ ആളുകൾ തരുന്നൊരു സാധനമുണ്ട്. കാരണം അത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിനനുസരിച്ചാണ് ഞാൻ വിചാരിക്കുള്ളൂ. കാരണം ഞാൻ എപ്പോഴും ഫ്രീക്വൻ്റ്ലി ഓരോങ്ങനെ വിസിറ്റ് ചെയ്യും, ഓർക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മളെടുത്ത് ഷെയർ ചെയ്യും, അതിനെന്തെങ്കിലും എന്നെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡൽഹി എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ആ ഒരു മാത്രമല്ല സ്ലമ്മിലാണ് എനിക്ക് കുറച്ചും കൂടി എൻ്റെ ഒരു സന്തോഷങ്ങൾ ഞാൻ കണ്ടെത്തുന്നത്. കാരണം നമ്മളെ സ്ട്രെസ് തീർക്കാൻ നമുക്ക് ഇത്ര പ്രശ്നങ്ങൾ നമ്മൾ ആയിരിക്കും, നമുക്ക് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് നോക്കിയാൽ മതി. നമ്മളെക്കാൾ അല്ലെങ്കിൽ ഒരു സ്വന്തം ഒരു വീടോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത ആളുകളെ കണ്ട് കുറച്ച് കാലം വളർന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ സന്തോഷങ്ങൾ ഞാൻ മാക്സിമം കണ്ടെത്താൻ ശ്രമിക്കണം. അവിടെ തന്നെ ഓരോ കൂടെ പോയിട്ട് കുറച്ച് വർത്താനം പറയാം, ഓരോ മക്കളുടെ കൂടെ കളിക്കുക. അപ്പോൾ നമുക്ക് തോന്നും നമ്മളെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല എന്നുള്ളത്. അപ്പോൾ ഡൽഹി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പൊല്യൂഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, സേഫ്റ്റി ഇല്ലായ്മ. പക്ഷെ പ്രശ്നങ്ങളില്ല എന്നല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കണ്ടെത്തുന്ന അവസരങ്ങളുടെ ഒരു സ്ഥലമാണ് ഡൽഹി. കാരണം നമുക്ക് കുറേ കോണ്ടാക്ട്സും കുറേ യാത്ര ചെയ്യാൻ പറ്റുന്ന, കാരണം ഡൽഹി ഒരു സെൻറ്റർ ആണല്ലോ, എവിടത്തേക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം. ഇപ്പോൾ നമുക്ക് ബിസിനസ് ആണെങ്കിലും നമ്മൾ അക്കാഡമിക്സ് ആണെങ്കിലും നമ്മൾ പേഴ്സണൽ ഗ്രോത്ത് ആണെങ്കിലും എല്ലാത്തിനും ഒരു സ്പേസ് ആണ് ഡൽഹി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെ വെറും അക്കാഡമിക്സും നോക്കണ്ടെന്നല്ല, അക്കാഡമിക്സ് നോക്കണം, അതിൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു ക്യാമ്പസിലും മാത്രം ഒതുങ്ങി തീരാണ്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ ഇങ്ങനത്തെ കമ്മ്യൂണിറ്റികളിലേക്ക് ഇറങ്ങുക. അപ്പോൾ നമ്മൾ എക്സ്പോഷർ, നമുക്ക് അക്കാഡമിക് എക്സ്പോഷർ നമുക്ക് കിട്ടും. അതിൻ്റെ അപ്പുറത്തേക്ക് കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അത് മാക്സിമം നോക്കുക. കുറേ NGOസും കാര്യങ്ങളും ഉണ്ട് അവിടെ. അതിലൊക്കെ ഇറങ്ങിയാൽ
നമ്മൾ കാണാത്തൊരു ഡൽഹിനെ നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡൽഹിയിൽ സർവൈവ് ചെയ്യുന്നുള്ള കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് അവിടെ എത്തിയപ്പോൾ നല്ലൊരു ടീമിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഡൽഹി ലൈഫ് കുറച്ചും കൂടിയും ബ്യൂട്ടിഫുൾ ആക്കിയത് ആ ഒരു ടീം. നമ്മൾ പീതാംബര സർക്കിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു 10-20 ആളുകൾ നമ്മൾ അടങ്ങുന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അത് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും നമ്മളെ കൂടെ നിന്ന്, ഇപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് മാറി നിന്നുള്ളൊരു ഫീൽ നമുക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ കുറച്ച് ഫ്രണ്ട്സ് ആണെങ്കിലും തന്നെ ഗേൾസൊക്കെ ആണെങ്കിലും നമുക്ക് തന്നെ അസുഖം വരാണെങ്കിലും എല്ലാത്തിനും നമ്മളൊരു ഉമ്മ എങ്ങനെ നോക്കുന്നത് അതേപോലെ തന്നെ നോക്കാനൊക്കെ ഇങ്ങനെ ആൾക്കാരുണ്ടായതിനെ കൊണ്ട് എനിക്ക് ഹോം സിക്നെസ് എന്ന സാധനത്തിലൊന്നും വലിയൊരു പ്രശ്നം കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ചോദിക്കലുണ്ട്. വീട്ടിൽ നിന്ന് ഇങ്ങനെ മാറിക്കുമ്പോൾ ഇങ്ങനെ അസുഖമൊക്കെ വന്നാലൊക്കെ ഇങ്ങനെ നോക്കൽ, അല്ലെങ്കിൽ വീട്ടിൽ പരിപാടി അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനത്തെ അസുഖങ്ങളും കാര്യങ്ങൾ വരുമ്പോൾ ആളുകൾ ഒരു വലിയ ടീം എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് എൻ്റെ ഒരു ഡൽഹി ലൈഫിൽ ഭയങ്കര ഒരു വലിയൊരു പാർട്ട് തന്നെ ആ ടീം എന്ന് പറഞ്ഞാൽ. പാരൻസിന്റെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ചും നമ്മളെ നാട്ടിൽ നിന്ന് +2 കഴിഞ്ഞൊരു പെൺകുട്ടി പുറത്തേക്ക് പോകുമ്പോൾ അത് ഭയങ്കര എന്താ പറയാ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരു കാലത്താണ് ശബാന പോകുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു അവരുടെ ഒരു പ്രതികരണം, കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? കാരണം താത്ത അലിഗഡിൽ താക്ക് എൻട്രൻസ് എഴുതിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് വലിയ രീതിയിൽ ആളുകൾ പുറത്തു പോയി തുടങ്ങിയിട്ടില്ല. പക്ഷെ താത്താന്റെ ഒരു സപ്പോർട്ട് പറഞ്ഞാൽ അത് വലിയ, കാരണം ഉമ്മാനിപ്പാനെ കൺവിൻസ് ആക്കാനും താത്ത നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തത്. കാരണം എന്നെക്കാ വാശിയുണ്ടെങ്കിൽ ഓൾക്ക് ഞാൻ അവിടെ പഠിക്കണം എന്നുള്ള സാധനം. അപ്പോൾ താത്തിന് മെയിനായിട്ട് സപ്പോർട്ട് ഇങ്ങനെ ഉമ്മാനുപ്പാക്കും പ്രശ്നം ഉണ്ടെന്ന് ചോദിച്ചാൽ എന്തായാലും പ്രശ്നം ഉണ്ടാകാണ്ടിരിക്കൂലല്ലോ. അവർക്ക് ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ പാരൻസിന് ഉണ്ടാവും. പക്ഷെ താത്ത കൺവിൻസ് ചെയ്തതിനെ കൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും പിന്നെ കാലം കൊണ്ട് അവരും അവരുടെ ഒരു ചിന്താഗതി മാറും. അതെ ഉണ്ടാവും. കാരണം ഒരു ന്യൂസിനും കാര്യത്തിലൊക്കെ കേൾക്കുന്ന ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ റെഡ് ഫോർട്ടിലൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ തന്നെ ഒരേക്കും ഈ റൂമിൽ തന്നെ അല്ലേ, കാരണം ഒരിക്കറിയാം 24 മണിക്കൂർ ഞാൻ പുറത്തുണ്ടാവില്ല. അപ്പോൾ ആ റെഡ് ഫോർട്ടിന്റെ ആ പ്രശ്നമുള്ള സമയത്ത് ഞാൻ വൈകുന്നേരം, കാരണം എന്റെ ഏരിയ ആണത്, കാരണം ഞാൻ എപ്പോഴും പോകുന്നൊരു ഏരിയ ആണത്. അപ്പൊ അന്നാ വൈകുന്നേരം ഞാൻ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവർക്ക് പേടിയും കാര്യങ്ങളും ഉണ്ടാകും. പക്ഷെ നമ്മള് ഒരു വേണ്ട രീതിയിൽ ഇങ്ങനെ കൈകാര്യം ചെയ്ത് നമ്മളിങ്ങനെ പോകും. ഇപ്പൊ നമ്മൾ മെയിനായിട്ട് അവിടെ കണ്ടുവരുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട്, കാരണം നമ്മൾ നാട്ടിൽ നിന്ന് +2 കഴിഞ്ഞ് എല്ലാം വീട്ടുകാരെ ചെയ്തു തരുന്ന, അല്ലെങ്കിൽ പ്ലേറ്റ് എല്ലാം കഴുകല് എല്ലാം, കാരണം എല്ലാ കാര്യം നമ്മളെ പാരൻസ് ഇങ്ങനെ ചെയ്തു തന്നിട്ടുള്ള നേരെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നം നല്ല രീതിയിലുണ്ട്. കാരണം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ സ്വന്തം നമ്മൾ ഡ്രസ്സ് നമ്മൾ തന്നെ വാഷ് ചെയ്യുക, ആ കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടായ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത്. നമ്മളൊക്കെ വീട്ടിൽ നിന്ന് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ശീലമായതിനെ കൊണ്ട് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മൾ ആദ്യം വന്ന കുട്ടികളുടെ ട്രാൻസ്ഫോർമേഷൻ നല്ല രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഒരു പണി അറ്റ്ലീസ്റ്റ് സ്വന്തം പ്ലേറ്റ് പോലും വാഷ് ചെയ്യാത്ത ആളുകൾ ഇവിടെ വന്ന് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം, അങ്ങനത്തിലൊക്കെ ഭയങ്കര നമുക്ക് അതിനൊരു ഇഷ്ടപ്പെട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് നമ്മളിങ്ങനെ തുടങ്ങും. നമ്മളതിൻ്റെ ഫുഡ് ഉണ്ടാക്കണം, നമ്മൾ റെൻറ്റ് നമ്മൾ മാനേജ് ചെയ്യണം, വീട്ടിലേക്കുള്ള സാധനങ്ങൾ, കറണ്ട് ബില്ല്, ഹോസ്പിറ്റൽ കേസ്, നമ്മൾ ഇൻഡിപെൻഡന്റ് ആവും. അതെ, അത് ഭയങ്കര, കാരണം അത് നമ്മൾ ചെയ്തില്ല വേറെ നമുക്ക് ചെയ്തു തരാൻ ഉണ്ടാവില്ല, എല്ലാം നമ്മൾ തന്നെ നോക്കണം. അപ്പം നമുക്ക് വീട്ടിൽ നമുക്ക് പൈസ വയ്ക്കാൻ ഭയങ്കര രീതിയിൽ മടിയുണ്ടാവും. കാരണം വീട്ടിൽ നിന്ന് ഇട്ട് തരാത്തിൻ്റെ പ്രശ്നം, പക്ഷെ നമ്മളെങ്ങനെ ചോദിക്കുക, നമ്മൾ ഫൈനാൻസ് നല്ല രീതിയിൽ മാനേജ് ചെയ്യും. പിന്നെ കുക്ക് ചെയ്യാനുള്ള സ്കില്ല്, പിന്നെ നമ്മൾ സ്വന്തം, കാരണം നമുക്ക് എല്ലാത്തിനും നമ്മുടെ പാരൻസ് ഇവിടെ ഉണ്ടാവും. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മളടുത്ത് ഒരു ഫേസ് നമ്മൾ ഒറ്റക്കാം. അപ്പോൾ നമ്മളെല്ലാ കാര്യം നോക്കാനും, പിന്നെ നമ്മൾ കുറച്ചും കൂടി അപ്ഗ്രേഡ് ആവും നമ്മളെല്ലാ കാര്യത്തിലും നോക്കും. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ആ ഒരു കാര്യത്തിലും നമ്മൾ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാനും അല്ലെങ്കിൽ സംസാരിക്കാനും അങ്ങനത്തിലൊക്കെ എൻ്റെ ഇതിലാണ് എനിക്ക് നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഡൽഹി മനോഹരമാക്കുന്നതെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി അവിടുത്തെ പള്ളികളും കാര്യങ്ങളായിരിക്കും. കാരണം പഴയ കാലത്തെ പള്ളികളായതിനെ കൊണ്ട് അവിടെ പോയി ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ഫിറോസ് ഷാ കോട്ടിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം അത്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ സാധനങ്ങളുണ്ട്, അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ നമുക്കൊരു സമാധാനം, ഒരു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഡൽഹിയിലത്തെ സ്ഥലങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട്. ഓരോ പള്ളികൾ, കലാൻ മസ്ജിദ് ആണെങ്കിലും പട്ടൗഡി മസ്ജിദ്, ബീഗംപൂര്, അങ്ങനെ കുറേ പള്ളികളായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും. കാരണം അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് പോലും അവർ അത്രത്തോളം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ സ്റ്റോറിയും അല്ലെങ്കിൽ ഞാൻ പോകുമ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കലുണ്ട്, നിങ്ങൾക്ക് ഇത് എവിടുന്നാണ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഞാൻ പൊതുവേ ഇങ്ങനെ റൂമിൽ ഇരിക്കാത്ത മനുഷ്യർ തന്നെ കൊണ്ട് നമ്മളിങ്ങനെ ഇറങ്ങി നടക്കുക, അല്ലെങ്കിൽ മാർക്കറ്റ്സ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഓൾമോസ്റ്റ് ആൾക്കാർക്ക് ഡ്രസ്സ് എടുക്കലും, അല്ലെങ്കിൽ എങ്ങനെ ഓരോ സാധനം എൻ്റെ അടുത്ത് ഇങ്ങനെ ഏൽപ്പിക്കും. നാട്ടിൽ പോകാനാകുമ്പോഴത്തേന് ഇങ്ങനെ സാധനം വേണം കേട്ടോ, ഇനി പോകുമ്പോൾ നമ്മളൊന്ന് വിളിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന സാധനങ്ങൾ. കാരണം ഇപ്പോൾ നാട്ടിലേക്ക് ഞാൻ DU കഴിഞ്ഞിട്ട് നാട്ടിൽ തന്നെ ഒരു 8 month ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് ഇൻറ്റേൺഷിപ്പും പ്രൊജക്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴൊക്കെ അവിടെ തന്നെ ഒന്ന് വിളിക്കും, ഈ സാധനം എവിടെ കിട്ടുക. ഇപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നാട്ടിലെത്തിയിട്ട് ലീവിന് വന്നാണ്. അപ്പോൾ എന്നെ വിളിക്കുന്നുണ്ട്, ഈ ഡ്രസ്സും ഈ ജാക്കറ്റൊക്കെ എവിടെ നിന്നാണ് കിട്ടുക, ഇനി നോക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുതരുമോ.
അപ്പോൾ ആളുകൾക്ക് അതെനിക്ക് ഇഷ്ടപ്പെട്ട ഫീലാണ് ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുക, ഇങ്ങനെ തെണ്ടി നടക്കുക, അങ്ങനെ പറയാം, തെണ്ടി നടക്കുക, ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ മേടിച്ചുകൊണ്ട് അതിനെ ചാപ്രി എന്നൊക്കെ വിളിക്കുക. എൻ്റെ ഇങ്ങനത്തെ ഓർണമെന്റ്സും ഇങ്ങനെ ഈ വളകളും സാധനങ്ങൾ കാണുമ്പോൾ ചാപ്രി തന്നെ. ഈ വള ഞാൻ നീ വന്നപ്പോഴേ നോട്ട് ചെയ്തു, നല്ല രസമുണ്ട്. കാരണം എനിക്ക് അതുപോലെ ഇഷ്ടമുള്ള സാധനം ബാഗ്, എനിക്ക് ഒരു വലിയൊരു ബാഗിന്റെ കളക്ഷൻ തന്നെ ഉണ്ട്. അപ്പം ഇങ്ങനെ ബാർഗെയിൻ ചെയ്ത് ഇങ്ങനെ ചില ഭയം കൊണ്ട് പൊയ്ക്കോ, ഭയ്യ പ്ലീസ് നമ്മളിങ്ങനെ ബാർഗെയിൻ ചെയ്ത് ഓരോ വെറുപ്പ് പിടിപ്പിക്കാണ്ട് നമ്മളങ്ങനെ ഒരു നാക്കിൽ ഇങ്ങനെ ഓരോങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ അതിനൊക്കെ എനിക്ക് ഡൽഹി പറയുമ്പോൾ ഷോപ്പിംഗ് അല്ലെങ്കിൽ അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ഉണ്ട്. പക്ഷെ എൻ്റെ വയറ് ഭയങ്കര സെൻസിറ്റീവ് അതിനെക്കൊണ്ട് എനിക്ക് ഫുഡ് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ആളുകൾ വന്നാലാണെങ്കിലും ഇങ്ങനെ പോവലുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ വിളിക്കും, ഞാൻ ഉണ്ടാവൂലേ നമുക്കിങ്ങനെ പോവണം. അപ്പോൾ എൻ്റെ താത്തി അനിയത്തിയൊക്കെ ലാസ്റ്റ് ഡൽഹി വന്നപ്പോൾ ഓരങ്ങനെ ആരും പോവാത്ത കുറേ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് താത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ആരാ ഇങ്ങനെ ഗൈഡ് ആരേനു, ഗൈഡ് അനിയത്തി തന്നെയാണല്ലേ. അപ്പോൾ താത്ത ഇങ്ങനെ പറയലുണ്ട്. അപ്പോൾ ലൈക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എൻ്റെ വീട്ടുകാരാണെങ്കിലും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല രസമുള്ളൊരു കഥയാണ് ഷബാന പറഞ്ഞു തീർത്തത്. അപ്പോൾ എന്തായാലും കുറേ നമുക്ക് പല വൈഡായിട്ടുള്ള ആംഗിളും കിട്ടിയില്ല. എങ്ങനെയാണ് നമ്മളെ ലൈഫ് മാറുക, നമ്മളൊരു നാട്ടിൽ പോകുന്നതോട് കൂടിയിട്ട് എങ്ങനെയാണ് എക്സ്പോഷർ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെ ലൈഫിനെ അത് ചേഞ്ച് ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളിലൂടെയും ഷബാന കടന്നുപോയി. എനിവേ താങ്ക് യു സോ മച്ച് ഷബാന. ഒരു ഭയങ്കര രസമുള്ള ടോക്കായിരുന്നു. ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു. അതുപോലെ തന്നെ നിങ്ങൾക്കും അത് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരുപാട് ടോപ്പിക്കുകളായിട്ട് നമ്മൾ വീണ്ടും വരും ഇൻഷാ അല്ലാഹ്.